ശബരിമലയിൽ സ്വർണം മോഷണം പോയെന്ന വാർത്തകൾക്ക് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ അഴിമതിയുടെ സൂചനകൾ പുറത്തുവരുന്നു. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ 2019 ചെമ്പായി മാറിയെന്ന് രേഖകളിൽ വന്നിടത്താണ് അഴിമതിയുടെ അവ്യക്തത തുടരുന്നത്. നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ സ്വർണ്ണപ്പാളി എത്തിച്ച് പൂജിച്ചത് കെടുകാര്യസ്ഥത മാത്രമല്ല, വലിയ ആചാര ലംഘനവുമാണെന്ന് ആരോപണമുയർന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഇടനിലക്കാരൻ മാത്രമാണെന്നും പ്രമുഖന്മാർ പിന്നിലുണ്ടെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ കാരണവർ TJS ജോർജ് അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 97 വയസ്സായിരുന്നു. ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപരാണ് TJS ജോർജ്. 41 പേർ മരിച്ച സംഭവത്തിൽ ദുരന്തമുണ്ടായപ്പോൾ തന്നെ അണികളെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട നടൻ വിജയിനെ മദ്രാസ് ഹൈക്കോടതി ശക്തമായി വിമർശിച്ചു. ഇത് നേതാവിന് പറ്റിയ ഗുണമല്ലെന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖവും അമർഷവുമുണ്ടെന്ന് കോടതി പറഞ്ഞു. TVK റാലി ദുരന്തത്തെക്കുറിച്ച് IPS ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവ് നൽകി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ നിർദ്ദേശം. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ ഉണ്ടാവണമെങ്കിൽ സ്വന്തം മണ്ണിൽ നിന്ന് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് മണ്ണിൽ കടന്നു ചെന്ന് 9 താവളങ്ങളാണ് തകർത്തത്, കരസേനാ മേധാവി പറഞ്ഞു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് തിരിച്ചടിയായത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിംഗ് മാർഗരേഖയാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങൾ പലതും ഈ ഗൈഡ് ലൈനിന് അനുസൃതമല്ല എന്നാണ് കേന്ദ്ര നിരീക്ഷണം. GST പരിഷ്കാരം വിലയിൽ വരുത്തിയ കുറവ് ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സംസ്ഥാന GST വകുപ്പ് കണ്ടെത്തി. സ്ക്വാഡുകൾ വിപണിയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപാരികൾ നിരക്കിളവ് നൽകുന്നില്ല എന്നാണ് കണ്ടെത്തൽ. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ചലാൻ പിഴയടയ്ക്കാൻ പരമാവധി 15 ദിവസങ്ങൾ ഉടമയ്ക്ക് ലഭ്യമാകുന്ന വിധത്തിൽ മോട്ടോർ വാഹന നിയമചട്ട ഭേദഗതി കരട് പ്രസിദ്ധീകരിച്ചു. പോലീസ് സ്റ്റേഷനുകളിലും പുറത്തും പോലീസിന്റെ മർദ്ദനം തടയാൻ മുന്നറിയിപ്പ് നൽകി DGP. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. മുൻപ് KSRTC ബസ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും വഴിയിൽ തടഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് ഡ്രൈവർക്ക് ജോലി നഷ്ടപ്പെട്ടതിൽ ഡ്രൈവർ യദു സർക്കാരിനും പോലീസിനും വക്കീൽ നോട്ടീസ് അയച്ചു. അന്വേഷണം അട്ടിമറിച്ചുവെന്നാണ് യദുവിൻ്റെ പരാതി. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം. ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ആദരിക്കും. മോഹൻലാൽ സിനിമകളിലെ നായികമാരും ഗായികമാരും ഒത്തുചേരുന്ന രാഗം മോഹനം 6 മണിക്ക് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.